വിഭാഗീയതയ്ക്ക് പിന്നാലെ സിപിഐഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആരോപണ വിധേയരായ നേതാക്കളെ ഒഴിവാക്കി. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കളായ PR വസന്തൻ, PK ബാലചന്ദ്രൻ, S രാധാമണി എന്നിവരെയാണ് ഒഴിവാക്കിയത്. ജില്ലാ സെക്രട്ടറിയായി S സുദേവൻ തുടരും. 46-അംഗ പാനലിൽ 6 പുതുമുഖങ്ങളുമുണ്ട്. അൽ അമീൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം. അൽ അമീൻ, വിഘടിച്ചു നിന്നവരാണോ ഒഴിവാക്കപ്പെട്ടവർ? പാർട്ടിക്ക് വലിയ തരത്തിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനവും തെരുവിലെ തമ്മിലടിയുമൊക്കെ. ഇതിന് നേതൃത്വം നൽകിയെന്ന അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തനെതിരെ ഉൾപ്പെടെ നിലനിന്നിരുന്നത്. എന്ന് മാത്രമല്ല, വസന്തനെതിരെ നേരത്തെ തന്നെ സാമ്പത്തിക തിരിമറി ആരോപണം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും നിലവിലുണ്ടായിരുന്നു. ഏതായാലും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ഇടപെട്ടു, അല്ലെങ്കിൽ അതിൽ പങ്കുണ്ട് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 നേതാക്കളെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ തന്നെ അത്തരമൊരു ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ തയ്യാറാക്കിയ പാനലിൽ നിന്ന് ആ 3 നേതാക്കളെ, കരുനാഗപ്പള്ളിയിൽ നിന്നും 3 നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പാനലാണ് ഇപ്പോൾ നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയായി S സുദേവൻ തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. സുദേവൻ ഉൾപ്പെടെ മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും അതിന് സംസ്ഥാന നേതൃത്വം ചെവിക്കൊണ്ടിട്ടില്ല. 46-അംഗ പുതിയ പാനലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 6 പുതുമുഖങ്ങളുമുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. DYFI ജില്ലാ നേതാവ് ശ്യാം ഉൾപ്പെടെയുള്ള 6 പുതുമുഖങ്ങൾ യുവനിരയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇടം പിടിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം മറുപടി പറയുകയാണ്. ഇന്നലെ MA ബേബിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുമൊക്കെ ഈ ചർച്ചകളിന്മേൽ മറുപടി പറഞ്ഞിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായും പാനൽ അംഗീകരിച്ചുകൊണ്ടുള്ള മറ്റു നടപടികളിലേക്ക് പോവുക. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന ചർച്ചകളിൽ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിനിധികളിൽ നിന്ന് ഉയർന്നു വന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ പെരുമാറ്റം, ജില്ലാ നേതൃത്വത്തിന്റെ പെരുമാറ്റം, ജില്ലാ ഘടകത്തിന്റെ പല പ്രവർത്തനങ്ങൾ, അതിനെതിരെയൊക്കെ തന്നെ ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ. ഏതായാലും ഇന്ന് അത് സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ തീരുമാനിച്ചെങ്കിലും പിന്നീട് രാത്രി വൈകി ആ തീരുമാനം മാറ്റുകയായിരുന്നു. ഏതായിരുന്നാലും ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുന്നുണ്ട്. ഉയർന്നു വന്ന വിമർശനങ്ങൾക്കൊക്കെ എന്ത് നിലപാട് അദ്ദേഹം പറയുമെന്നുള്ളത് പ്രധാനമാണ്. MV ഗോവിന്ദനെതിരെ ഉൾപ്പെടെ പലപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന ചർച്ചകളിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുമോ? സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ? മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊക്കെ വിശദീകരണം നൽകുമോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. സുജയ, ഏതായിരുന്നാലും കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുകയാണ്. കൊല്ലത്ത് തന്നെ ഒരു ഘടകത്തിൽ കരുനാഗപ്പള്ളിയിലുണ്ടായ ആ വിഭാഗീയ പ്രവർത്തനവും തെരുവിലെ പരസ്യമായ ഏറ്റുമുട്ടലുമൊക്കെ വലിയ നാണക്കേടിലേക്കൊക്കെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ജില്ലാ നേതൃത്വത്തിനൊക്കെ വീഴ്ച പറ്റിയെന്നുള്ളായിരുന്നു സംസ്ഥാന നേതൃത്വം നേരത്തെ വിലയിരുത്തിയിരുന്നത്, ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും അതിൽ പങ്കുണ്ട് എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്ന ആളുകളെ ഏതായാലും ഇപ്പോൾ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. സുജയ, അലമീൻ, S സുദേവൻ തുടരുന്നു, അതോടൊപ്പം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്നതിനപ്പുറം വലിയതായി പ്രതിഷേധം ഉയർന്ന എല്ലാവരെയും മാറ്റാൻ കരുനാഗപ്പള്ളിയിലെ വെട്ടെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു പുനഃസംഘടനയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ പേരിനൊരു മാറ്റം അത്രയുള്ളൂ? പൂർണ്ണമായ ഒരു പൊളിച്ചെഴുത്തിലേക്ക് നേതൃത്വം പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിൽ കരുനാഗപ്പള്ളിയിലെ വിഷയമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടും മാനക്കേടും. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ പാർട്ടിക്ക് വലിയ പേരുദോഷമുണ്ടാക്കിയ ഒരു പ്രശ്നമായത് മാറിയിരുന്നു. അതിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഇടപെടുന്നതിനോ ജില്ലാ കമ്മിറ്റി നേതൃത്വം കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാതല നേതാക്കൾ കൂടിയായിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കൾ ഇടപെട്ടില്ല, ശ്രമിച്ചില്ല എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർക്കെതിരെ ഒരു നടപടി എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യാം, വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് സമ്മേളനത്തിന് ശേഷമൊക്കെ പോകുമോ എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇന്നലെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ കരുനാഗപ്പള്ളിയിലെ പ്രശ്നം വഷളാക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിനുൾപ്പെടെ പങ്കുണ്ട് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ ഉയർന്നു വന്നിരുന്നു. പാർട്ടി ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് നടത്തിയ ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. അതായത് നേതൃത്വത്തിന് ഒരു ഇരട്ടത്താപ്പുണ്ട്. ചില നേതാക്കളെ, ചില പ്രവർത്തകരെ, ചില ഘടകങ്ങളെ സംരക്ഷിക്കുന്നു, ചില ആളുകൾക്ക് ബലിയാടാക്കുന്നു. അപ്പോൾ ചിലർക്കെതിരെ മാത്രം നടപടി എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഇന്നലേക്ക് ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും സമ്മേളനങ്ങൾക്കൊക്കെ ശേഷം ഏതെങ്കിലും തരത്തിൽ ആ വിഷയങ്ങളൊരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ പിന്നീട് ഒരു തുടർ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും നിലവിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. PR വസന്തൻ, PK ബാലചന്ദ്രൻ, രാധാമണി എന്നിവർക്കെതിരെ നടപടി എന്ന് പറയാനാവില്ല, അവരെ പാർട്ടി ഘടകത്തിൽ നിന്ന്, ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അവർക്ക് പകരം ഉൾപ്പെടെ പുതിയ 6 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 46-അംഗ പാനലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 6 അംഗ പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്.